അപ്പോൾ മൊത്തം ഒരു 8-9 എണ്ണം ഞങ്ങൾക്ക്. ഹലോ, എല്ലാവർക്കും മറൈൻ ഫ്ലേവേഴ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറേ അധികം നാളായി ലോങ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ചധികം തിരക്കുകളായിരുന്നു. കുറേ പേർക്കെങ്കിലും അറിയാം എനിക്ക് പ്ലാന്റിൻ്റെ ബിസിനസ് മാത്രമല്ലാതെ ഡ്രൈ ഫിഷിൻ്റെ, അതായത് ഉണക്കമീൻ്റെ ഒരു ചെറിയ പരിപാടിയും കൂടെ ഉണ്ട്. അത് ഓൺലൈൻ വഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇനി ഇതിനകത്ത് പറയുന്നില്ല. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് മറൈൻ ഫ്ലേവേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ മറൈൻ ഫ്ലേവേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനലിലും ഞാൻ ഷോർട്സ് ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനിവിടെ എൻ്റെ വീടിൻ്റെ ചുറ്റിനും കുറച്ച് പച്ചക്കറിയും അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ സ്ഥലത്താണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെലക്റ്റീവായിട്ട് മാത്രം കുറച്ച് പ്ലാന്റ്സ് എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതേ കൂടെ വേറൊരാളൂടെ ഉണ്ട് കേട്ടോ. ബ്ലാക്കി 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 ബ്ലാക്കിയെ തുറന്നിട്ടേക്കുന്നത്. ഇത് ഫസ്റ്റ് പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ബേറാപ്പിളാണ്. ബേറാപ്പിൾ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതിപ്പോൾ നന്നായിട്ട് പൂത്തിട്ടുണ്ട്. ഇപ്പോൾ കായയായി വരുന്നുണ്ട്. ഇത് ആദ്യം ഞാൻ എല്ലാ പ്ലാന്റ്സും നമ്മുടെ ടെറസിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടെറസിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ്. നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലാണ്. വേറെ മരങ്ങളോ തണലോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഇത് കുറേയധികം കരിഞ്ഞൊക്കെ പോയി. ഈ കമ്പൊക്കെ അങ്ങനെ പോയതാണ്. പിന്നെ ഞാൻ പ്രൂൺ ചെയ്തിട്ട് ഇതിനെ ഒന്ന് രക്ഷപ്പെടുത്തി എടുത്തു. അങ്ങനെയെല്ലാം ഞാൻ വീണ്ടും നിലത്ത് തന്നെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്ലാന്റ് കേട്ടോ, ബേറാപ്പിൾ. ഇപ്പോൾ എല്ലാം നന്നായിട്ട് ഫ്ലവർ വന്നിട്ട് അതെല്ലാം കായയായിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഇത് നിലത്തിറക്കിയിട്ട് ഇതിനെല്ലാത്തിനും നല്ല രീതിയിൽ വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പച്ചക്കറി വേസ്റ്റാണ് കേട്ടോ. നമ്മുടെ അടുക്കളയിലുള്ള കോമൺ ആയിട്ട് കിട്ടുന്ന വേസ്റ്റും കാര്യങ്ങളും ഒക്കെയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അടുത്ത പ്ലാന്റ് ഇതൊരു സപ്പോട്ടയാണ് കേട്ടോ. ഇത് എയർ ലെയറിങ് ചെയ്തെടുത്തിട്ടുള്ള സപ്പോട്ടയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഇത്രയും ഒരു ലെങ്തുള്ള വലിയ പ്ലാന്റ് ആയിരുന്നു. ഞാനിവിടെ കൊണ്ടുവന്നിട്ട് ഒരു കമ്പ് വെച്ച് ഇങ്ങനെ കെട്ടി സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സപ്പോർട്ടയ്ക്ക് ഒരു സപ്പോർട്ട് ആവശ്യമാണെന്ന് തോന്നി. അങ്ങനെ ഇത് കണ്ടോ, കൊണ്ടുവന്നിപ്പോൾ ഒരു 6-7 മാസം ആകുന്നുള്ളൂ. ഇപ്പോൾ അത് ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫ്ലവർ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കിളിക്കുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. അതും ഞാൻ വലിയൊരു ചട്ടിയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു സപ്പോട്ടയുടെ അടുത്ത് തന്നെ മറ്റൊരു സപ്പോട്ട കൂടി ഇരിപ്പുണ്ട്. ഇത് ഹോം ഗ്രോണിൻ്റെ തൈയാണ് കേട്ടോ. ഇത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഒരു ബനാന സപ്പോട്ട എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ടല്ലോ, അതാണെന്ന് തോന്നുന്നു. തായ് സപ്പോട്ടയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഏകദേശം ഒരു 3 months ഒക്കെ ആകുന്നുള്ളൂ. അത്യാവശ്യം ബ്രാഞ്ചസൊക്കെ വന്നിട്ട് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനും വരുന്ന ഒരു പ്രോബ്ലമാണ് ഈ മുന്നയെന്ന് പറഞ്ഞാൽ ഈ ഒരു വെളുത്ത പൊടി പോലുള്ള സാധനം ഉറുമ്പ്. അപ്പോൾ ഇതിന് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് സോപ്പ് വെള്ളം കലക്കി എല്ലാത്തിനും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ സ്യൂഡോമോണസ് ലായനിയും നേർപ്പിച്ച് ഇതിന് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ എപ്പോഴും വെള്ളം ഒഴിക്കുന്ന സമയത്ത് നല്ല സ്പീഡിന് ചീറ്റിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ തടയാനാണ്. പിന്നെ സപ്പോട്ടയുടെ തൊട്ടടുത്തിരിക്കുന്നത് ഫ്രൂട്ട്സ് പ്ലാന്റ് അല്ല കേട്ടോ. ഇത് 2 കുരുമുളകാണ്, അതായത് ബഡ് തൈയാണ്. പക്ഷേ എനിക്ക് ആവശ്യത്തിലധികം കുരുമുളക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ കണ്ടോ, നല്ല രീതിയിൽ കുരുമുളക് കിട്ടുന്നുണ്ട്. ഇതിലൊക്കെ ഓരോ വരുന്ന ഇലകൾക്കും ഒപ്പം ഓരോ തിരിയാണ് കേട്ടോ. ഇവിടെയൊക്കെ കണ്ടോ, നല്ല ബുഷിയായിട്ട് നിൽക്കുവാണ്. ഇതൊക്കെ ഞാൻ ഇന്നലെ നന്നായിട്ടൊന്ന് വളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് സെറ്റ് ചെയ്തതാണ്. 2 തൈകളായിട്ടാണ് കേട്ടോ വാങ്ങിയത്. ഇത് കൊണ്ടുവന്ന സമയത്ത് ഈ ഒരു കൊമ്പിൻ്റെ കഷ്ണം അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതിലൊക്കെ നന്നായിട്ട് കുരുമുളക് പിടിക്കുന്നുണ്ട്. ഇതിൽ കണ്ടോ പാകമായി വരുന്നുണ്ട്. ഞാൻ കൂടുതലായിട്ടും കൊടുക്കുന്നത് അടുക്കള വേസ്റ്റ് തന്നെയാണ്. പിന്നെ മീൻ കഴുകിയ വെള്ളം, ഇറച്ചി കഴുകിയ വെള്ളമൊക്കെ കൊടുക്കും. പിന്നെ ഞാൻ മെയിനായിട്ടും ഒരു കാര്യം കാണിച്ചു തരാം. ഇങ്ങനെ ബഡ് ചെയ്ത തൈകൾക്കൊക്കെ ഇങ്ങനെ ഒരു കവർ കാണും ബഡ്ഡിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഈ ഒരു ഭാഗം മണ്ണിൻ്റെ അടിയിൽ പോകരുത്. മണ്ണിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ ഈവൻ ഫ്രൂട്ട് പ്ലാന്റ് ആണെങ്കിൽ പോലും അത് കായ്ക്കില്ല. ഇവിടെ നിൽക്കുന്ന ഞാനിപ്പോൾ കാണിച്ച ഈ തായ് സപ്പോട്ട എന്ന് പറഞ്ഞ വെറൈറ്റി,
ദേ അതിൻ്റെ ബഡ് ചെയ്തിട്ടുള്ള ഭാഗമാണിത്. അപ്പോൾ ഈ ഭാഗം മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ മാത്രമേ നമ്മൾ മണ്ണിട്ട് കൊടുക്കാവുള്ളൂ. ഞാൻ ഇന്നലെ മണ്ണ് ചേർത്ത് കൊടുത്തിരുന്നു, പക്ഷേ ഇതിൻ്റെ തൊട്ട് താഴെ നിൽക്കത്തക്ക രീതിയിൽ മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കാവുള്ളൂ. അങ്ങനൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഒരുപാട് പേർക്ക് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. അടുത്തത് മല്ലികമാവാണ് കേട്ടോ. ഇതിനൊരു ചെറിയ കഥയുണ്ട്. ഇത് ഹോം ഗ്രൗണ്ടിൻ്റെ മാംഗോ മല്ലിക. ഇത് ഞാൻ പറഞ്ഞില്ലേ, ടെറസിൽ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ അത്രയും പൊക്കം ഉണ്ടായിരുന്നു, ഏകദേശം 6 അടി 7 അടി പൊക്കം ഉണ്ടായിരുന്നു. പക്ഷേ മുകളിൽ വെച്ചപ്പോൾ ഇത് കരിഞ്ഞു പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ മുകളിൽ വെച്ച് മുറിച്ചിട്ട് ഒരു പാല് കവറിട്ട് ഞാൻ കെട്ടിവെച്ചു, ഇതിൽ വെള്ളം ഇറങ്ങി നശിച്ചു പോകാതിരിക്കാൻ. എന്നിട്ട് ഞാനിത് കൊണ്ട് താഴെ ഇറക്കി വെച്ചു. അപ്പോൾ ആദ്യമേ ഒരെണ്ണം ആരോഗ്യത്തോടെ ഈ ഒരു ഭാഗം, ഈ ഒരു ശിഖരം വന്നു. അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ അടർത്തി കളഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരാളോട് ചോദിച്ചു, ഇതെല്ലാം അടർത്തി കളയേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ പറഞ്ഞു വേണ്ട, 2-3 ശിഖരങ്ങൾ കൂടി ഹെൽത്തി ആയിട്ട് വരുന്നത് നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ 2-3 ബ്രാഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഈ മുകളിൽ വന്നിട്ടുള്ളത് ഞാനങ്ങ് പൊടിച്ച് കളയുവാണ്, അല്ലെങ്കിൽ എല്ലാം നമുക്കത് ആരോഗ്യത്തോടെ കയറി വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ വന്നിട്ടുള്ളതെന്നങ്ങ് മുകളിൽ കളയുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ ഇത് മല്ലികമാവാണ്. ഇതും കുറച്ചുകൂടി വലിയ ടബിലാണ് കേട്ടോ വച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ നിൽക്കുന്നതാണ് ചുവന്ന വാടാമല്ലിയാണ്. ഇത് പലരുടെ കയ്യിലും കാണുമായിരിക്കും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് നിറയെ ഉണ്ടായിരുന്നു, ടെറസിൽ വെച്ച സമയത്ത് ഇതിൽ നിറയെ ഉണ്ടായിരുന്നു. അടുത്തതായിട്ട് ഈ ഒരു തെർമോക്കോൾ ബോക്സിൽ ഇതിൽ 2-3 ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഈ ഒരു ചീരച്ചേമ്പാണ്. ഇത് ഒരുപാട് വെയിലുള്ളതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷനിൽ നിൽക്കുന്നത്. ഇതിനകത്ത് തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. ഈ സാധനം ഞാൻ പല സ്ഥലങ്ങളിൽ നിന്ന് ഇളക്കി വേറെ സ്ഥലങ്ങളിൽ കുഴിച്ച് വെക്കാമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. ഇനി ഇതിനെ എവിടെയെങ്കിലും ഒന്ന് ഫിക്സ് ആക്കി കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ടും വെച്ചിട്ടുണ്ടായിരുന്നത് ചുവന്ന പേരയാണ്. പേര ഇപ്പം ഫ്ലവർ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിന് ഈ ഒരു ബോക്സിൽ സ്ഥലം മതിയാവുന്നില്ല. ഇത് ക്രോപ്പ് ചെയ്ത് പ്രൂൺ ചെയ്തൊക്കെ ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി. 2-3 പേരൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനെ നിലത്ത് വെക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ നിൽക്കുന്നതാണ് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എർലിയാണ്. പക്ഷേ ഇതുവരെ കായ്ച്ചിട്ടില്ല. അതായത് ചെറിയ കുഞ്ഞു തൈയായിട്ടത് ഈ ഒരു കൊപ്പിൻ്റെ അത്രയും വലിപ്പം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണ്. ഇത് കറക്റ്റായിട്ട് ഞാൻ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് അധികം മുകളിലേക്ക് വിടാതെ കട്ട് ചെയ്ത് കൊടുത്തതാണ്. ഇപ്പോൾ വന്നതാണ് ഈ മുകളിലുള്ള ശിഖരങ്ങളെല്ലാം. അപ്പോൾ അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ഇതിനെ പ്രൂൺ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ബഡ് ചെയ്ത ഭാഗം താഴെ പോകാതെ തന്നെയാണ് മണ്ണിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈഡിൽ ഉള്ള പ്ലാന്റ്സ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനിയുള്ളത് ഇവിടുന്ന് അങ്ങോട്ടേക്കാണേ. ഈ നിൽക്കുന്നതൊരു മുരിങ്ങയാണ്. വീട്ടിൽ പിള്ളേർക്കൊക്കെ തോരൻ വെച്ച് കൊടുക്കാൻ വേണ്ടി. സ്ഥലം കുറവായതുകൊണ്ട് ഞാൻ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മുരിങ്ങ ആവശ്യത്തിനില്ല, ഞാൻ അതിൽ നിന്ന് പൊട്ടിച്ചെടുക്കാറുണ്ട്. പിന്നെ അതിൻ്റെ ചുവട്ടിൽ ഞാൻ കുറേ അധികം സാധനങ്ങളെല്ലാം ക്ലബ് ചെയ്ത് ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. കുറേ മുളകുണ്ട്, ഒരു തുളസിയുണ്ട്, പിന്നെ കറിവേപ്പിലയുണ്ട് കേട്ടോ. പിന്നെ ഇത് മരമുന്തിരിയാണ്. നല്ല സമയമെടുക്കും ഇത് കായ്ച്ച് കിട്ടാനായിട്ട്. പക്ഷേ എനിക്ക് അതിൻ്റെ ആ ഒരു മരത്തിലിങ്ങനെ പറ്റിപ്പിടിച്ച് വളർന്ന് കിടക്കുന്ന ആ ഒരു ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടപ്പോൾ ഒരാഗ്രഹം തോന്നിയിട്ട് വാങ്ങി വെച്ചതാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് നമ്മുടെ ചെറുതക്കാളിയാണ്. നന്നായിട്ട് എനിക്കിവിടെ കായ്ച്ച് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് തക്കാളി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെറുതക്കാളി. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി മെയിനായിട്ട് കാണിക്കാനുള്ളതാണ് ഈ ചാമ്പ മരം കേട്ടോ. ഒരു രക്ഷയില്ല, റൈറ്റാണ്. നിങ്ങളെല്ലാവരും വാങ്ങി ഉറപ്പായിട്ടും വീട്ടിൽ വെച്ചിരിക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ. ഇത് നമ്മുടെ നാടൻ ചാമ്പയല്ല, ഇത് വെള്ളയാണ് കേട്ടോ. ഇതിലിപ്പോൾ ചാമ്പയ്ക്ക പിടിച്ചിട്ടില്ല, എല്ലാം ഫ്ലവറായിട്ടേ ഉള്ളൂ. പക്ഷേ ഒരു രക്ഷയില്ലാതെ കായ്ച്ചിട്ടുണ്ട്. ഈ ഒരു ചാമ്പ മരത്തെ പേടിച്ചിട്ടാണ് ഇത്രയും കായ്ച്ചതെന്ന് വേണമെങ്കിലും പറയാം. കാരണം ഒരു ദിവസം ഞാൻ ഇപ്പം ഇവിടെ വെച്ചിട്ട് കറക്റ്റ് 2.5 കൊല്ലം ആവുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം വിചാരിച്ചു ഇത് ഇത്രയും നാളായിട്ട് ഇത് കായ്ക്കുന്നില്ല, അപ്പോൾ ഇത് വെട്ടിക്കളയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കത്തി എടുത്തുകൊണ്ട് വന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ശിഖരം പിടിച്ചു, ഒരു ശിഖരം ഇങ്ങനെ പിടിച്ചിട്ട് അത് മുറിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത് ഇതിൻ്റെ ഇടയിലെല്ലാം നിറയെ ബൾബ് ഇട്ടതുപോലെ നിറയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ അതേ നോക്കിക്കേ, ഇതുണ്ടോ, നിറയെ കായ വന്നു, നിറയെ പൂ വന്നു. കായയല്ല, നേരത്തെ മിസ്റ്റേക്ക് പറ്റിയതാണ്. നിറയെ പൂത്തു കേട്ടോ.
അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നല്ല രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട്. ദേ അതിൻ്റെ ഫ്ലവർ കണ്ടോ, ഈ ബ്ലാക്ക് ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്യുന്നുണ്ട് കേട്ടോ. ദേ അതിൻ്റെ ഫ്ലവറാണിത്. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇതിങ്ങനെ ബൾബ് ഇട്ടതുപോലെയാണ് കിടക്കുന്നത്. രാത്രി കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലേക്കെല്ലാം നിറയെ മരം നിറയെ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കേട്ടോ. ദേ അവിടെയൊക്കെ കുറേയൊക്കെ ഫ്ലവർ വന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ 3 എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ചും കൂടെ വിളഞ്ഞു കഴിഞ്ഞാൽ നല്ല വെള്ള നിറത്തിലുള്ള ചാമ്പയാണെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വേറൊരു വീട്ടിലിത് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം കരുതിയത് നമ്മുടെ ലോക്കൽ നാടൻ ചാമ്പയാണെന്നാണ്. പക്ഷേ അതല്ല, നല്ല അടിപൊളി ടേസ്റ്റുള്ള, ഈവൻ നമുക്ക് ജ്യൂസ് വരെ അടിച്ച് കുടിക്കാൻ പറ്റിയ രീതിയിലുള്ള അടിപൊളി ചാമ്പയാണ്. നല്ല സൈസ് വെക്കുന്നതാണ്. ഇതിൻ്റെ അപ്ഡേറ്റ് എന്തായാലും ഞാൻ എല്ലാം ഷോർട്സ് വഴി എല്ലാം മിക്കപ്പോഴും വീഡിയോസ് എല്ലാം ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വലിയ സൈസ് വെക്കുന്ന സൈസായി കഴിയുമ്പോൾ ഉള്ള ചാമ്പയുടെ വീഡിയോസ് ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ അപ്ഡേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി നിങ്ങൾ. ഏകദേശം സൺസെറ്റായി വരുന്നുണ്ട് കേട്ടോ. ഈവനിങ്ങിലാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ചെറിയൊരു കായലാണേ. അപ്പോൾ അതിനോട് ചേർന്നിട്ടാണ് നമ്മുടെ വീട് നിൽക്കുന്നത്. അപ്പോൾ ഈ ബാക്ക് സൈഡിലാണ് ഞാൻ ഈ ഒരു ചെടികളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ചാമ്പ എന്തായാലും അടിപൊളിയാണ്, സക്സസ് ആണ്, സൂപ്പറാണ് കേട്ടോ. അതിൻ്റെ അപ്ഡേറ്റ് എല്ലാം ഞാൻ എടുത്തായിരിക്കും. അപ്പോൾ അതിനോട് ചേർന്നിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് എല്ലാം മുളക് തൈ, സീറയുടെ മുളക് തൈ ഇരിപ്പുണ്ട്. ഇവിടെ ഇത് മാതളമാണ്. മാതളം ഇങ്ങനെ നല്ല ബുഷിയായിട്ട് കിളിർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ചെല്ലാം ഇവിടെ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെ ഇവിടെയൊക്കെ ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും പുതിയതായിട്ട് കിളിർത്ത് വരും. ഈ ഫ്ലവറിങ് പ്ലാന്റ്സിനെല്ലാം എപ്പോഴും വേണ്ടത് പ്രൂണിങ് ആണ്. നമ്മൾ കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഇതുങ്ങൾ നല്ല വൃത്തിയായിട്ട് കിളിർത്ത് വന്നിട്ട് നമുക്ക് നല്ല ഫ്രൂട്ട്സൊക്കെ തരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ കൃത്യമായ പ്രൂണിങ്ങും കൃത്യമായിട്ടുള്ള വളപ്രയോഗവും നമ്മൾ. ഇതെൻ്റെ ബ്രസീലിയൻ ചെറിയാണ് കേട്ടോ. ഇവൻ ഇവിടെ എന്താ ചെയ്യുന്നത്? ബ്ലാക്കി, ഈ ഒരു ബ്ലാക്കിയുടെ കാര്യം പറയുകയാണെങ്കിലേ ഭയങ്കര കണ്ണിങ്ങാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ സ്മെല്ല് ചെയ്ത് ഇവൻ ഈ നമ്മുടെ ഈ ഒരു വീടിൻ്റെ പരിസരത്ത് ഒരൊറ്റ തവളക്കുഞ്ഞ് പോയിട്ട് ഒരു ചെറിയ പ്രാണിയെ പോലും ഇത് അടുപ്പിക്കില്ല കേട്ടോ. അത്രയ്ക്ക് വിജിലൻ്റാണ് ഈ ഒരു ഡാഷ് എന്ന് പറയുന്നത്. കം ഹിയർ ബ്ലാക്കി, കം. ഞങ്ങളുടെ ബ്ലാക്കി മോനിപ്പോൾ ഏപ്രിൽ 20 ആകുമ്പോൾ ബ്ലാക്കി മോന് 2 വയസ്സാവും കേട്ടോ. നല്ല അനുസരണയുള്ള നല്ലൊരു നായ്ക്കുട്ടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്കി മോനെ. ഞങ്ങളുടെ മക്കൾക്കും അങ്ങനെ തന്നെ. അപ്പോൾ അവനിവിടെ ഇടയ്ക്കെല്ലാം സെർച്ചിങ്ങാണ്, എപ്പോഴും സെർച്ചിങ്ങാണ്. അവൻ ചെടികളൊക്കെ ആദ്യമൊക്കെ നശിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ തവളേനെയൊക്കെ കാണുകയെന്നുണ്ടെങ്കിൽ അവൻ ചെടിച്ചട്ടിയൊക്കെ മറിച്ചിട്ടിട്ടായിരിക്കും ഓടുന്നത്. ബ്രസീലിയൻ ചെറിയാണ്. ഇത് നല്ല രീതിയിൽ ഞാൻ ക്രോപ്പ് ചെയ്ത് നല്ല രീതിയിൽ ബോൺസായി ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ അത്യാവശ്യം ചെറിയൊക്കെ പിടിക്കാറുണ്ട്. ഇതാണ് ഫ്ലവർ കണ്ടോ, നല്ല ഇറിഞ്ഞിൽ പോലെ ചെറി പിടിക്കാറുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ടൈം എനിക്കത് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നില്ല. നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രൂൺ ചെയ്ത് കൊടുക്കണം, കൃത്യമായിട്ട് വളവും. ചെറിയുടെ സൈഡിൽ നിന്ന് ഞാൻ വെച്ചിട്ടുള്ളത് സ്റ്റാർ ഫ്രൂട്ടാണ് കേട്ടോ. ഈ സ്റ്റാർ ഫ്രൂട്ട് അന്യായമാണ്, എന്നെ ഞെട്ടിച്ച് കളഞ്ഞൊരു പ്ലാന്റാണ്. കാരണം ഞാനിത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാനിതൊന്ന് ഫുള്ളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തു. കെട്ടിടത്തിൻ്റെ മേളിലാണ് വെച്ചിരുന്നത്. ആ പ്രൂണിങ് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ നിറയെ എല്ലാ കമ്പുകളിലും ഫ്ലവർ വന്നു. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളൊരു ചെടി വെച്ച് കഴിയുമ്പോൾ അതിൽ നിറയെ ഫ്ലവർ വരുമ്പോഴും അത് പൂവായി കായായി നമ്മളതിൽ നിന്ന് പറിച്ച് കഴിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കരമല്ലേ. ഇതേ കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഫ്ലവർ കേട്ടോ. ഇങ്ങനെയാണ് ഫ്ലവർ വരിക. ഈ ഒരു കളറാണ് ഫ്ലവറിന്. ഇത് വിരിഞ്ഞ് വരും, നല്ല ഭംഗിയാണ് കാണാനായിട്ടും. പിന്നെ ഇതെന്ന് പറയുന്നത് സ്റ്റാർ ഫ്രൂട്ട് B17 എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതിൽ 3 എണ്ണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല മധുരമായിരുന്നു. ഞങ്ങളതിപ്പോൾ കഴിഞ്ഞ മാസം ഞങ്ങളത് പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ ഹൈറ്റിൽ നല്ല പുതിയ തളിരിലയും ശിഖരങ്ങളും ഒക്കെ വന്ന് സെറ്റായിട്ടുണ്ട്. ഇതും ഞാൻ ടബിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. വലിയ കറുത്ത ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. അതിനടുത്ത് നിൽക്കുന്നത് പേരമരമാണ്. ഈ പേരമരത്തിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അത്. ഇത് തായ്വാൻ പിങ്ക് ഗുവയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണേ. നല്ല ടേസ്റ്റെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അന്യായ ടേസ്റ്റാണ് ഈ പേരയ്ക്ക്.
ഞങ്ങളിപ്പോൾ മൊത്തം ഒരു 8-9 എണ്ണം ഞങ്ങൾക്ക് പിടിച്ച് കിട്ടി. അപ്പോൾ ലാസ്റ്റ് ടൈം ഹസ്ബൻഡ് ലീവിന് വന്ന സമയത്തുണ്ടായിരുന്നു. അപ്പോൾ 2 എണ്ണം നമുക്ക് എടുക്കാൻ പറ്റി. 3 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലതാണ്, നല്ല ടേസ്റ്റാണ് ഈ ഒരു പേരമരത്തിന്. ഈ ഒരു പ്രശ്നമാണ് കേട്ടോ മെയിനായിട്ട് നമ്മുടെ ഈ ഒരു മുഞ്ഞ. അപ്പോൾ അതിന് ഞാൻ കീടത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു പേരയുടെ വീഡിയോ ചെയ്ത കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഒരു മാസ്റ്റർ പീസ് ഐറ്റമാണ് കേട്ടോ. ദേ ഈ കാണുന്നത് കപ്പയ്ക്ക. നമ്മൾ കപ്പയ്ക്ക എന്നാണ് പറയുന്നത്, പപ്പായ എന്ന് പറയും, കപ്ലങ്ങ എന്ന് പറയും. അപ്പോൾ ഇത് റെഡ് ലേഡി പപ്പായ നല്ല മുഴുത്തത് കടയിൽ നിന്ന് നോക്കി വാങ്ങിയിട്ട് കുഴിച്ചിട്ടാണ് ഇതിവിടെ ഇപ്പോൾ ഇങ്ങനെ ആയി നിൽക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ആദ്യത്തെ പപ്പായയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടെ ഇതിൻ്റെ ഒരു സീസണെന്ന് വേണമെങ്കിൽ പറയാം. ഈ അറ്റത്തുനിന്ന് ആ അറ്റം വരെ കപ്പയ്ക്കയുടെ തൈകളായിരുന്നു. ഒരടി ഗ്യാപ്പിൽ നമ്മൾ ഇളക്കി വെച്ച് കിളിർത്ത് നല്ല രീതിയിൽ നമുക്ക് കപ്പയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെയായിരുന്നു നമ്മൾ ആദ്യമേ കപ്പയ്ക്ക കുഴിച്ചിട്ടത്. അപ്പോൾ കുഴിച്ചിട്ട സ്ഥലത്ത് നിന്ന് കപ്പയ്ക്ക തൈകൾക്ക് നല്ല വലിപ്പം വെച്ചു, നല്ല ശക്തമായിട്ട് അത് കിളിർത്ത് വന്നു. പക്ഷേ അതിൽ നിന്ന് ഇളക്കി അങ്ങോട്ടേക്ക് മാറ്റി വെച്ചതിനൊന്നും അത്രയും ഒരു ആരോഗ്യം വന്നില്ല. ഈ ഒരു തൈയും ഇപ്പോൾ കിളിർത്ത് ഡയറക്റ്റ് കുരു അവിടെ തന്നെ വീണ് കിളിർത്ത് വന്നതാണ്. അതുകൊണ്ടാണ് അതിന് അത്രയും ഒരു ആരോഗ്യത്തോടെ വന്നിട്ടുള്ളത്. പക്ഷേ ഇതേ ഈ ഒരു കപ്പയ്ക്ക ഉണ്ടോ, ഇതെല്ലാം ഒരേ പ്രായമാണ്. പക്ഷേ ഇത് ഞങ്ങൾ ഇളക്കി വെച്ചത് കൊണ്ടാണ് ഈ ഒരു വളർച്ചക്കുറവ്. ഇതും ഇളക്കി വെച്ചതാണ്, അതിനും അത്രയും ഒരു ആരോഗ്യം വന്നിട്ടില്ല. പക്ഷേ എന്നാലും അത് പിടിച്ച് വരുന്നുണ്ട്. കപ്പയ്ക്ക പിടിച്ച ടൈമിലുണ്ടല്ലോ എൻ്റെ പൊന്നോ, ഇനി അലുവ ഉണ്ടാക്കി ഒരുപാട് നമ്മൾ ഒരുപാട് പേർക്ക് കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് എന്നും നമുക്ക് കപ്പയ്ക്ക കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ തോരനൊക്കെ നല്ല രീതിയിൽ വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പഴുത്തതിനോട് വലിയ താല്പര്യമില്ല എങ്കിൽ പോലും ഇവിടെ മക്കളും അമ്മയും ഒക്കെ കഴിക്കും, ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ ഞാനും കഴിക്കുമായിരുന്നു. പക്ഷേ കപ്പയ്ക്ക ഉറപ്പായിട്ടും നല്ല ഒരുപാട് മെഡിസിനൽ പ്രാധാന്യമുള്ള ഒരു ഫ്രൂട്ടാണ്, നല്ലതാണ് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ കഴിച്ചാലും പല കാര്യങ്ങൾക്കും നല്ലതാണെന്ന് ഇപ്പോൾ അടുത്തിടയ്ക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അറിയുന്നവർ ജസ്റ്റ് ഒന്ന് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട്. ഇനിയുള്ളത് ഈ ഒരു ഏരിയ കൂടിയാണ്. അവിടെ ഞാൻ ഹസ്ബൻഡിന് വലിയ ഇഷ്ടമാണ് കേട്ടോ, അരിനെല്ലിക്ക അല്ലെങ്കിൽ ശീമ നെല്ലിക്ക. അപ്പോൾ അങ്ങനെ ഞാൻ അത് വാങ്ങിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നല്ല പൊക്കത്തിൽ പോയിട്ടുണ്ട്. അതിന് പല ബ്രാഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കായ്ക്കാനായിട്ട് ഇതിൻ്റെ ആ ഒരു മണ്ടയൊന്ന് വെട്ടി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇത് നമ്മുടെ കിച്ചണിലേന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സൈഡ് ആയതുകൊണ്ട് ഒരുപാട് ബ്രാഞ്ചസ് വലുതായിട്ട് വിടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോകട്ടെ എന്ന് കരുതിയത്. അപ്പോൾ ഇനി അത് കായ്ക്കുന്നത് നോക്കിയാണ് ഇരിക്കുന്നത്. ഇവിടെ പച്ചമുളകാണ്, ഇത് സിറയുടെ മുളകാണ് കേട്ടോ, സിറ മുളകാണ്. ഇതൊരു കപ്പയ്ക്ക. ഇതൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ, കോടാലിമുളകാണ്, കോടാലിമുളക്. ഇവിടെ വലിയൊരു മരം ഉണ്ടായിരുന്നു, അത് പോയി. അപ്പോൾ അതിൻ്റെ കുരുവിട്ട് ഞാൻ കിളപ്പിച്ചെടുത്തതാണ്. പിന്നെ ഇത് പാഷൻ ഫ്രൂട്ടാണ്. ഫ്രണ്ടിലുള്ള പാഷൻ ഫ്രൂട്ട് കൂടെ കാണിക്കാനുണ്ട്. അപ്പോൾ ഇത് കുരുവിട്ട് കിളിർപ്പിച്ച് റെഡിയാക്കി എടുക്കുവാണ്. ഇത് ടെറസിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. നമ്മുടെ വീടിൻ്റെ ഒരു സൈഡിൽ ഫുള്ള് ഇങ്ങനെ നെറ്റടിച്ചിട്ട് പാഷൻ ഫ്രൂട്ട് വളർത്തിയിരിക്കുകയാണ് കേട്ടോ. നല്ല രീതിയിൽ കായ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഒരുപാട് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇലകളൊക്കെ കൊഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാമത് കായ്ക്കാൻ തുടങ്ങി. പാഷൻ ഫ്രൂട്ടൊക്കെ ഇവിടെ ഇടയ്ക്കൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ വീണ്ടും നല്ല രീതിയിൽ ഇത് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് വളവും കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ, എവിടെ വേണേലും ഇത് പിടിച്ചോളും. ഇതിപ്പോൾ അകത്തതേ ഇതിൻ്റെ പഴയ തണ്ടിലുണ്ടായിരുന്ന ഇലകളൊക്കെ ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ ബൾബ് പോലെ പിടിച്ച് കിടക്കുമായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. ഇതേപോലെ ഇപ്പോൾ ഇവിടെ ഒരെണ്ണം നിൽപ്പുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നിറയെ പിടിക്കുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ അവിടെ ഒരു റംബൂട്ടാനാണ് കേട്ടോ ആ നിൽക്കുന്നത്. ഇത് നമ്മുടെ ഓൾ സീസൺ തായ്ലാൻഡ് ഓൾ സീസൺ മാവാണ്, ബ്ലാക്കിയുടെ കൂടാണ് അവിടെ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ.